മഴ കനത്തതോടെ കൂത്തുപറമ്പ് മേഖലയിലെ പ്രദേശങ്ങളിൽ വെള്ളം കയറി. ആയിത്തറപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് കലിക്കോട്ട് മീൻചിറ ഭാഗങ്ങളിലാണ് വെള്ളം കയറിയത്. പ്രദേശത്തെ ഒറ്റപ്പെട്ട കുടുംബാംഗങ്ങളെ ബന്ധുവീട്ടിലേക്കും മറ്റും മാറ്റിപ്പാർപ്പിക്കുകയാണ്. തുടർച്ചയായി ജില്ലയിൽ പെയ്യുന്ന മഴ കൂത്തുപറമ്പ് മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ആയിത്തറപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കലിക്കോട്ട് പ്രദേശവാസികളും മീൻചിറ പ്രദേശവാസികളും ഭീതിയിലാണ്. കലിക്കോട്ട് ഭാഗത്ത് പുഴയുടെ സമീപത്ത് വസിക്കുന്ന 15ഓളം വീടുകളാണ് ഭീഷണിയിലുള്ളത്. നിരവധി പേരുടെ വീടിന്റെ നടവരെ വെള്ളം കയറിയ സ്ഥിതിയിലാണ്. ചെങ്ങര ഗൗരി, കോങ്ങാട്ട് ബാലൻ, കമ്പിപ്പാലം പുല്ലോളി ഗോവിന്ദൻ, KM ബാബു, പറമ്പൻ ദാമോദരൻ, പുത്തലാംകുന്നത്ത് രമേശൻ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബം വീടുപേക്ഷിച്ചു പോയി. വെള്ളം ചെറുങ്ങനെ കയറുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല. നോക്കുമ്പോൾ രാവിലെയാണ് പെട്ടെന്ന് വെള്ളം ഇവിടെ പൊന്തിയതായി കണ്ടത്. ആ സമയത്ത് തൊട്ട് നമ്മൾ സാധനങ്ങൾ മാറ്റുവാൻ തീരുമാനിച്ചു. കരുവാത്ത് ശശീന്ദ്രന്റെ വീട്ടുമുറ്റം ഇടിയാൻ തുടങ്ങി. വെള്ളം കയറിയിട്ട് ഓരോ വർഷത്തിലും ഇങ്ങനെ ചെറുങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നതാണ്. ഇത്തവണ കൂടുതൽ ഇടിഞ്ഞിട്ടും വെള്ളം കയറിയിട്ട് 10-15 വർഷത്തിന് ശേഷമാണ് ഇത്രയും വെള്ളം കയറിയത്. 35ഓളം വീടുകൾ ആശ്രയിക്കുന്ന ആയിത്തറ കലിക്കോട്ട് റോഡിലെ ഗതാഗതം സ്തംഭിച്ചു. എപ്പോഴാണ് തങ്ങളുടെ വീട് മുങ്ങുമെന്ന ആശങ്കയിൽ ഉറക്കമൊഴിഞ്ഞ് ഭീതിയോടെയാണ് പ്രദേശവാസികൾ നിൽക്കുന്നത്. പുഴയുടെ പകുതി വരെ സുരക്ഷാഭിത്തി കെട്ടിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും സുരക്ഷാഭിത്തി കെട്ടി പ്രദേശവാസികളുടെ ഭീതി ഒഴിവാക്കണമെന്ന് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ഷീല ആവശ്യപ്പെട്ടു. രാവിലെ തൊട്ടേ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം തന്നെ സജീവമായി വീടുകളെയും അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-15ഓളം വീടുകൾ ഇന്ന് ഭീഷണിയും 3 വീട് വെള്ളത്തിലുമാണ് ഉള്ളത്. വീട്ടിലെ ആൾക്കാർ മറ്റു വീടുകളിലേക്ക് താമസം മാറുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ആയിത്തറ മീൻചിറ ഭാഗത്തും പ്രദേശവാസികൾ ദുരിതത്തിലാണ്. മീൻചിറ ഹൗസിൽ ആലക്കാടൻ വാസുവിന്റെ വീട് മുഴുവൻ വെള്ളത്തിലാണ്. ആസ്മാരോഗിയായ വാസു കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയത്. എന്നാൽ വീട് മുഴുവൻ വെള്ളത്തിലായതിനെ തുടർന്ന് ഇവർ സമീപത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് തന്നെ വെള്ളം കൂടുതലായി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എല്ലാം കുറച്ച് ആൾക്കാരെല്ലാം കൂടി വന്ന് എല്ലാം ഡ്രസ്സും കാര്യങ്ങളും പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി വെക്കേണ്ടി വന്നു. കിനാത്തി ഹൗസിൽ അരുൺദീപിന്റെ വീടും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. പ്രദേശത്തെ ഒറ്റപ്പെട്ട വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി നാട്ടുകാർ ഉറക്കമൊഴിഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ മേഖലയിൽ വൈദ്യുതിയില്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഈ ആയിത്തറ പ്രദേശത്ത് തന്നെ ഏതാണ്ട് ഒരു 10ഓളം വീടുകൾ ഈ നിലയിൽ വെള്ളം കയറുകയാണെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഒരു ദിവസമായി 24 മണിക്കൂറായി കറണ്ടില്ല. ഇന്നലെ പോയ കറണ്ടാണ്. വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കണ്ണവം കൈച്ചേരി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിൽ പ്രദേശത്ത് വെള്ളം കയറി. 3 വീടുകൾ ഭീഷണിയിലാണ്. പ്രദേശത്തെ ഗതാഗതവും സ്തംഭിച്ചു. മഴ ഇടതടവില്ലാതെ കനത്ത് പെയ്യുകയാണ്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പ്രളയം രൂക്ഷമായ മറ്റു ജില്ലകളിലെ പോലെ തങ്ങളുടെ പ്രദേശവും വെള്ളത്തിനടിയിലാവുമോ എന്ന ഭീതിയിലാണ് കൂത്തുപറമ്പുകാർ. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്. ശോഭിക വെഡിംഗ് സെന്റർ, തലശ്ശേരി റോഡ്, കൂത്തുപറമ്പ്.